പെസഹ വ്യാഴാഴ്ചയാണ്. 30 വെള്ളിക്കാശിന് വേണ്ടി ഗുരുവിനെ ശിഷ്യൻ ഒറ്റുകൊടുത്ത ദിവസം. അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലാൻ കോടതി തീരുമാനിച്ച ദിവസം. ആ ദാരുണ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം നമ്മൾ പാലസ്തീനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പാലസ്തീനിൽ യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി. മരണസംഖ്യ 30,000-ൽ നിന്ന് 40,000-ലേക്ക് അടുക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവമായിട്ട് ലോകരാഷ്ട്രങ്ങൾ പലതും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. അതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇസ്രായേലിനെ ഇപ്പോൾ മൂക്കിൽ വലിക്കും എന്നൊക്കെ ആക്രോശിച്ചു അറബി രാജ്യങ്ങളും. അറബി അല്ലാത്ത അനറബി രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളും, പിന്നെ ചൈനയെപ്പോലെ, സോവിയറ്റ് യൂണിയനെ പോലെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും, ഇന്ത്യയെ പോലെയുള്ള മറ്റ് രാജ്യങ്ങളുമൊക്കെ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഹമാസിൻ്റെ ആക്രമണത്തെ അപലപിച്ച ആളുകൾ പോലും പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരമേധത്തെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഹമാസുകാരെ കൊല്ലുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സാധാരണക്കാരെ കൊല്ലുന്നത്, അതിൽ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതിൽ യാതൊരു ന്യായവുമില്ല, യാതൊരു യുക്തിയുമില്ല. സിവിലിയന്മാരെ കൊല്ലുന്നത് യുദ്ധതന്ത്രത്തിന്, യുദ്ധധർമ്മത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഇസ്രായേലിൽ തന്നെ ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള വികാരം ശക്തമാണ്. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും ഹാർവാർഡിലുമൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി. പക്ഷേ ഇതൊന്നും അമേരിക്കൻ ഗവൺമെൻറ് ചെവിക്കൊണ്ടില്ല. ജോ ബൈഡൻ തന്നെ ഉള്ളുകൊണ്ട് യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ആൻ്റണി ബ്ലിങ്കനെ പലതവണ മിഡിൽ ഈസ്റ്റിലേക്ക് പറഞ്ഞു വിട്ടു. പുള്ളി കെയ്റോയിൽ പോയി, ടെലവീവിൽ പോയി, ജെറുസലേമിൽ പോയി, മറ്റ് റിയാദിൽ പോയി, പിന്നെ ഖത്തറിൽ പോയി. പലവട്ടം ചർച്ച നടത്തി. പക്ഷേ ഒരു ചർച്ചയും ഫലവത്തായില്ല. അറബി രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പറയത്തക്ക യാതൊരു സൈനിക സഹായവും ഫലസ്തീന് കിട്ടിയില്ല, ഹമാസിന് കിട്ടിയില്ല. ഹമാസുകാർക്ക് ഇത് കിട്ടിക്കോട്ടെ എന്നൊരു ചിന്താഗതി സൗദി അറേബ്യയ്ക്കും മറ്റ് പല അറബി രാജ്യങ്ങൾക്കും ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇവരാരും തന്നെ ഇസ്രായേലിനെ വാഗോണ്ട് തള്ളിപ്പറഞ്ഞല്ലാതെ സാമ്പത്തിക ഉപരോധം പോലും പ്രഖ്യാപിച്ചില്ല, സൈനികമായ ആക്രമണം നടത്തിയതുമില്ല. പിന്നെ കുറച്ചെങ്കിലും ഒരു നയതന്ത്രപരമായ പിന്തുണ നൽകിയത് നമ്മുടെ റഷ്യയാണ്, വ്ളാഡിമിർ പുടിനാണ്. പിന്നെ ചൈനയാണ്, പിന്നെ തുർക്കിയാണ്. തുർക്കിയും വാഗോണ്ടുള്ള സഹായമായി ചെയ്തു. അവിടേക്ക് കുറച്ച് മുറിവ് വെച്ച് കേട്ടാലുള്ള പഞ്ഞിയും അതുപോലെ കോട്ടണും ഒക്കെ കൊടുത്തയച്ചു. അതിനപ്പുറത്ത് പറയത്തക്ക സഹായമൊന്നും കിട്ടിയില്ല. ഈ കഞ്ഞിയും പയറും വിതരണം ചെയ്യാനായിട്ട് അറബി രാജ്യങ്ങൾ, ഈജിപ്റ്റ് അടക്കം മുന്നോട്ട് വന്നു. അതിനപ്പുറം അവരും ചെയ്തില്ല. പിന്നെ വന്നിട്ട് പോയിട്ട് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഒരു സാഹസിക വിഭാഗമാണ് ഇവരെ പിന്തുണച്ച്. പിന്നെ ഹൂതികൾ എന്ന് പറഞ്ഞ എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്ന ഒരു വിഭാഗക്കാരും പാലസ്തീനെ പിന്തുണച്ചു, ഹമാസിനെ പിന്തുണച്ചു. അപ്പോൾ ഹമാസ് ഇങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യും. ഇസ്രായേലുകാരുടെ നിരന്തരമായ ബോംബിങ്ങിൽ കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ പലതായി. പുണ്യമാസം എന്ന് പറയുന്ന റമദാൻ പിറന്നു. റമദാനിൽ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഹമാസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഫത്വ പുറപ്പെടുവിച്ചു. പ്രാർത്ഥനയൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ ബോംബിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ബോംബുകളിങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നു, ആളുകൾ മരിക്കുന്നു, സ്ത്രീകളും കുട്ടികളും അടക്കം മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മുടെ മൗദൂദി ചാനലുകാർ പറയുന്നത്, ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം നിർത്തണം, യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാക്കണം, വെടി നിർത്തണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഇസ്രായേൽ അത് ചെവിക്കൊണ്ടില്ല. അതിൻ്റെ പുറകെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ചർച്ച വന്നു. സെക്യൂരിറ്റി കൗൺസിലിൽ ഉടൻ വെടി നിർത്തണം എന്ന പ്രമേയം 14 അംഗങ്ങൾ കൂടി പാസ്സാക്കി. അമേരിക്ക വീറ്റോ ചെയ്തില്ല. സാധാരണ അമേരിക്ക വീറ്റോ ചെയ്യാൻ മതി. അമേരിക്കയ്ക്ക് വീറ്റോ ചെയ്യാൻ പോലും പറ്റിയില്ല, അത്രയും ക്ഷീണിച്ചു. ജോ ബൈഡനാണെങ്കിൽ അമേരിക്കയിലും ലോകത്തെമ്പാടും ഒറ്റപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും വീറ്റോ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു. അമേരിക്ക ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ വെടിനിർത്തും, പ്രത്യേകിച്ചും പുണ്യമാസത്തിൽ ആളുകളെ കൊല്ലുന്നത് പാപമാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇസ്രായേൽ ഇപ്പോഴും ഈ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയം, അത് എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ ബോംബിങ് നടത്തിക്കൊണ്ടേയിരിക്കുക. ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കും. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് ആർക്കും ഒരു രൂപമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നല്ല സമയത്ത് ഇത് നിർത്താമായിരുന്നു. ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നു. ഇസ്രായേലിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പോലും ആരും വാങ്ങിക്കുന്നില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്ന കടയുടെ മുമ്പിൽ നമ്മുടെ കോഴിക്കോട്ട് പോലും
ഫ്രാറ്റേണിറ്റി എന്ന സംഘടനയുടെ പ്രവർത്തകർ ചെന്ന് അലമ്പുണ്ടാക്കി അവർ പോലീസ് പിടിയൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു. അതുപോലെ ലോകവ്യാപകമായിട്ട് വലിയ പ്രതിഷേധം നടക്കുന്നത് കണ്ടു. ഇതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. എല്ലാത്തിനൊടുവിൽ ഈ റമദാൻ മാസത്തിൽ ഇസ്രായേൽ ഉണ്ടാക്കുന്ന ഈന്തപ്പഴം അറബി രാജ്യങ്ങൾ മൊത്തം ബോയ്ക്കോട്ട് ചെയ്തു. അറബി രാജ്യമല്ലാത്ത ഇന്തോനേഷ്യ പോലും ബോയ്ക്കോട്ട് ചെയ്തു. ഇതൊക്കെ കണ്ടിട്ടും ഇസ്രായേലിന് യാതൊരു കുലുക്കവുമില്ല. അവർ പിന്നെ ബോംബ് തുടർന്നും ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് യാതൊരു രൂപവുമില്ല. ഈ പെസഹ ദിനത്തിൽ ലോക സമാധാനത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട പാലസ്തീനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.